തൊട്ടരികത്തെത്തി നമുക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പ്രിസൺ എസ്കേപ്പ്. ഓക്കെ, നമ്മുടെ ഒരു മസിൽമാൻ പ്രിസൺ എസ്കേപ്പ് ആണ് ഇത്. ബറീനെ പോലെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവനെ കാണുമ്പോൾ ഇത് മറ്റെന്തൊക്കെയോ ആയി തോന്നുന്നു. ഇതിൻ്റെ ശരീരത്തുണ്ടോ താടിയോ അല്ലെങ്കിൽ നൂട്ടെല്ലാം വെച്ചുണ്ടാക്കിയ പോലെ ഉണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൽ 2 ക്യാരറ്റ് കുത്തി വെച്ചിട്ടുണ്ടോ അവൻ്റെ കയ്യും കാണുന്നു. ഓക്കെ, ഇതാ പുറത്തുനിന്ന് അവന് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ മുകളിലോട്ടേക്ക് പോകാം, ഇതിൻ്റെ മണ്ടക്കോട്ട് കയറിയേക്കാം. ഇത് ബറീനെ പോലത്തെ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണാൻ ഇതേപോലെ തന്നെ അടിപൊളി കളിക്കും. ഇനി അപ്പുറത്തെന്തോളി ഇതിന് പൊട്ടി ഇതെന്തോ ഡംബിൾസോ മസിൽമാന് ഡംബിൾസാന്ന് തോന്നുന്നു. തടിയൻ മസിൽമാനെന്നുള്ള ഒരു തടിയനാണ്. ഇതൊക്കെ കുറച്ച് അരിയത്തരിയത്താണ്ട് വളരെ സിമ്പിളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വീണ്ടും ആ സ്പാൻഡർ ഉണ്ട്, അടിച്ചു പൊട്ടിക്കൊണ്ടൊന്നും വന്നില്ല. നമ്മൾ താഴോട്ടേക്ക് ചാടിയിട്ടുണ്ട്. ഇനി ഇവിടെ പൊണ്ണത്തടി നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടാം. ഓക്കെ എന്നെ കണ്ടത് പിടിക്കാൻ പറ്റുന്നു. ഒന്ന് ഓടും നോക്കിയ കാണുമ്പോൾ തന്നെ ചെയ്യും. ഇവിടെയൊക്കെ ഉണ്ട് ജിം ഐറ്റംസ് ഒക്കെ ഇവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ആക്കാനാന്ന് തോന്നുന്നു. പോവാം. ദ മോസ്റ്റ് എവിൾ പ്രിസണേഴ്സ്. ഇവിടെ നിന്നും ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ കുറച്ചും കൂടി ഈസി ആക്കി തന്നു തോന്നുന്നു. നമുക്കിത് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും. അവിടെ നിന്നും ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അവിടെ വെറുതെ ഇത് മറ്റേ ബാത്റൂമാണോ? ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അയ്യോ ഇവനെന്താ ഇവിടെ ഇവിടെ ഒരു കുഴി കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇത് മറ്റേ ലാവ, മൈൻക്രാഫ്റ്റിൽ അതേ ലാവ തന്നെ. മൈൻക്രാഫ്റ്റിൽ അതേ ലാവ കാണാൻ നമുക്ക്. അയ്യോ അവിടെ ചട്ടി കഴിഞ്ഞിട്ടൊന്നും താഴെ കൊണ്ടിട്ട് ഫുള്ള് ഡംബിൾസ് വെച്ചിട്ടാണ് ഇവൻ ഇതൊക്കെ ആക്കിയത്. ഞാൻ അതിൽ കയറിയാലോ അവിടെ 2 വലിയ മല പോലെ തോന്നും. ഇനി അതിലൂടെ തുള്ളി നമുക്ക് അപ്പുറത്തോണം തോന്നും. അയ്യോ അത് തുള്ളാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ കുറേ പേര് ഹാർഡ് മോഡ് കളിക്കാൻ പറഞ്ഞിട്ടായിരുന്നു കമൻറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഹാർഡ് മോഡ് അടുത്ത എപ്പിസോഡിൽ കളിക്കാം. ഇപ്പം നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു തടിയൻ തടിയൻ കളിക്കുന്നത്. ഇതൊന്നും വലിയൊരു മാറ്റമില്ല, ചെറിയൊരു ഗ്രാഫിക്സ് ഒക്കെ മാറ്റമുണ്ട്. പിന്നെ മുകളിലൊക്കെ വലിയ ഡംബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും മാറ്റങ്ങളൊക്കെ ഉള്ളതാ. ഫോണിൻ്റെയൊക്കെ ഗ്രാഫിക്സ് ഉണ്ടോ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെയല്ല, ചെറിയൊരു മാറ്റം. നമുക്ക് മുകളിലോട്ടേക്ക് കയറാം. ഇവിടെ മറ്റേ തടിയനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര തടിച്ചിട്ടാണല്ലോ ഓടിക്കോടി എന്നെ പിടിച്ച്. ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്ങോട്ടാ പോണത്? എനിക്ക് ഒരിക്കലും എന്നെ കൊല്ലാൻ പറ്റില്ല. അവനെന്താടാ, അവൻ ഇങ്ങോട്ട് വരാൻ പറ്റൂല. ആ തടിയന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. ഇത് മറ്റേ ലോകത്തിനാ ഭാഗ്യം, തായലിൽ ആവയല്ല. അപ്പം നമ്മൾ താഴെ വീണാൽ ചാവൂലെന്ന് തോന്നുന്നു. അവിടെ ലാൻഡ് ആവുമായിരിക്കും. ഇവിടെ എത്തി വീണ്ടും തുള്ളിക്കോ. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ഒരു ബട്ടൺ നക്കി മുകളിലോട്ടേക്ക് പോവാം. ബട്ടൺ നക്കുന്ന ആനിമേഷൻ ഇല്ല. ഇവർ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ബറീൻ്റെ മാറ്റിട്ട് ഈ ഒരു ഇതാക്കി. സ്പീഡ് കോള ട്രെയിനിങ് ഇതൊക്കെ കൊണ്ട് നമുക്ക് മറ്റേ പോലെ തന്നെ സ്പീഡ് കോള എന്താണ് നമുക്ക് എടുക്കാം. അതൊന്നും തൊട്ടാൽ മതി, നൈറ്റൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് സ്പീഡ് കിട്ടി. പിന്നെ ഇതേപോലെ തുള്ളി അങ്ങ് പോവുക. ഇത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അരിയത്തരിയത്തായിട്ടാണ് ഓരോന്ന് ഇവർ വച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെ താഴെ തന്നെ സിമ്പിളായിട്ടാണ് ഇവർ വെച്ചത്. ഓക്കെ, ഞാൻ ഓഫ് ക്യാമറയിലിട്ട് നമ്മളിവിടെ എത്തി. എന്തൊക്കെ ഊതി പറപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് എത്തി. 2-3 ചത്ത്. പക്ഷെ ഓഫ് ക്യാമറയിലിട്ട് നമ്മൾ ഓട്ടോ ട്രൈ തന്നെ ഇവിടെ എത്തി. നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് കയറിയിട്ട് ഇനി ഇവിടെ തടിയൻ ഉണ്ടാവും. അവനെ തരാം. ഓക്കെ, ദിസ് വേ. ഇത് മറ്റേ ലാഡർ നമ്മൾ
എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇവർ നമുക്ക് വച്ചു തന്നിട്ടുണ്ട്. ഇവർ ഈ ഗെയിം ഫുള്ള് കുറച്ചും കൂടി നമുക്ക് ഈസി ആക്കും. അത്രയും മാറ്റമുള്ളൂ. പിന്നെ പൊണ്ണത്തടിയനെ കുറച്ചും പാറിപ്പോന്നൊന്നുമില്ല കാറ്റത്ത്. ഇതൊരു ലോജിക്കില്ലാത്ത രീതിയിലാണ് ഇവരാക്കി തന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കാറ്റത്ത് ബാക്കോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതും വളരെ സിമ്പിളാണല്ലോ. ഇതൊക്കെ ഇവർ ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ സംഭവം തൊണ്ടാക്കില്ല. ഇത് മറ്റേതുപോലെ തന്നെ ക്ലോസ് ദ വാൾസ്. ഇത് കുറച്ച് ഹാർഡാണ്. ഒത്തിരി കടുപ്പമാണ്. ഇങ്ങനെ തുളുത്തുമുക്കുവാണ്. നമ്മൾ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഇനി ആ വലിയൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് കൊല്ലുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാവുക? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം. അതിനെ നമ്മളെങ്ങനെ കൊല്ലും? അതിന് വേണ്ടുന്ന ടൂൾ നമുക്ക് കിട്ടിയിരുന്നില്ല. ഇങ്ങനെ കൈകൊണ്ട് അടിച്ചിട്ട് കൊല്ലാനും പറ്റൂലല്ലോ. എനിക്ക് ആ ഫുഡ് സൂക്ക അത് കിട്ടുമായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ഇതും കൂടി ഓഫാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയേക്കാം. അടുത്ത ഏത് സ്റ്റേജാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അതുകൊണ്ട് നമ്മളെല്ലാ വൈപ്പും അടച്ചു ഓടിക്കോ. ഇവിടം വരെ എത്തി. ഇവിടുന്ന് ഓടിക്കോ. താഴെ വീണ ഇവർ കയറേണ്ട ഇതും ഇവിടെ ആക്കി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതൽ താഴെ വരെ പോയി വരേണ്ട ആവശ്യം. ഇവിടുന്ന് കാറ്റില്ലാതെയാണ് ബാക്കി ഇവിടെ. ഇതൊക്കെ വളരെ സിമ്പിളായാണ് ഇവരാക്കി തന്നത്. തൊടുന്നൊക്കെ വളരെ അരിയത്താണ്. ഓക്കെ, അതെന്തായാലും എനിക്കും നല്ലതാണ്. എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ അല്ലാണ്ട് ഹാർഡ് ലെവലാണ്. ഇതിൽ സിമ്പിൾ കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് ലെവൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെയും ഹാർഡ് വേണമെങ്കിൽ ഇതാം. അവിടെ 2 പൊണ്ണത്തടിയന്മാരുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കയറണം. അവിടെ എന്തോ പ്രകാശം. നമ്മുടെ കഫ്റ്റേരിയയിലെ തള്ളക്ക് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് മസിൽ വെച്ച് നേടൂ. ഞാൻ ചെറിയ മിസൈൽ ലോഞ്ചറൊക്കെ പോയിട്ട് റോക്കറ്റിലൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. നമ്മളെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൊട്ടുണ്ട്. അപ്പം അതിൻ്റെ ഹെൽത്ത് ഇങ്ങനെ കുറയും. പറയുള്ളത് നമ്മൾ ബർഗറും പഴവും കണ്ണാക്കിലും കയറ്റിയാണ് കൊല്ലുക. അത് വേറെ തന്നെ ഒരു വൈബാണ്. ഓക്കെ, ഈ ഒരു ടൂള് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മളെ രാക്ഷസനെയും കൊല്ലുന്നത്. തടിയൻ രാക്ഷസൻ. ഇനി നമുക്ക് ഇത് മറ്റേ സ്ലൈഡ്. അയ്യോ, ഇവിടെ നിന്നോ ഇവിടുന്ന് മുകളിലോട്ടേക്ക്. അങ്ങനെ തന്നെ. ഓക്കെ, ഇതൊന്നും മറ്റേലുള്ള പോലെ ഒന്നല്ല. നമ്മളെ താഴേലേക്ക് ഓടി തന്നെ പോകണം. അപ്പോഴേ നമുക്ക് സ്പീഡിൽ താഴെത്താൻ പറ്റും. നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് എത്തിയോ നമ്മൾ അറിയില്ല. ഇത് മറ്റേ ലേസറൊക്കെ വിചിത്രം. ലേസർ കുറച്ച് സ്പീഡ് കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് മുകളിലെത്തി. ഒരു ലേസർ വരെ തൊട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോയിട്ട് അടുത്ത എന്ത് സ്റ്റേജാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു ഭാഗത്തോട്ടേക്ക് പോകണം. ഫൈനൽ ബോസ്. ഓക്കെ, ഫൈനൽ ബോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മെറ്റൽ പ്ലാങ്ക്സ്. എൻ്റെ ഫുഡ് സൂക്ക് എവിടെ? എൻ്റെ ഫുഡ് സൂക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫൈനൽ ബോസിനെ തീർക്കുക. നമുക്ക് അവിടെ നിന്ന് എന്തുകൊണ്ട് ഓളം കാണാൻ കിട്ടുമോ നോക്കാം. അല്ലാതെ എനിക്കിതിനെ തീർത്താൻ എൻ്റെ അയ്യത്തെത്തിപ്പോൾ ഫുഡൊക്കെ പറ്റി. നമ്മൾ അവനെ തീർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പം നമ്മൾ എക്സിറ്റ് അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പോർട്ടലും കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫൈനലി അങ്ങനെ ഈ ഒരു തടിയൻ പ്രിസൺ എസ്കേപ്പും കൂടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.
നമ്മളിതാ ഇവിടെ ഒരു പോർട്ടൽ കാണുന്നുണ്ട്. ഇത് മറ്റൊരു ഗെയിം കളിക്കേണ്ട പോർട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.